ലോകത്ത് സമ്പന്നരുടെ പട്ടിക എടുത്ത് പഠിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും റിയൽ എസ്റ്റേറ്റിൽ കൃത്യമായിട്ട് സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയവരായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് നിങ്ങളുടെ ഒരു മികച്ച നിക്ഷേപമാണ്. ഒരു റിയൽ എസ്റ്റേറ്റിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അത്തരം കാര്യങ്ങളാണ് ഇനിയുള്ള എൻ്റെ വീഡിയോകളിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. റിയൽ എസ്റ്റേറ്റ് എന്താണെന്ന് ആദ്യം പഠിക്കുക. റിയൽ എസ്റ്റേറ്റ് എന്നാൽ എന്താണ്? റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഭൂമിയും കെട്ടിടവും നാച്ചുറൽ റിസോഴ്സസുമാണ്. അതാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഭൂമി, കെട്ടിടം, നാച്ചുറൽ റിസോഴ്സസ്. ഇനി എന്താണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഭൂമിയും കെട്ടിടവും നാച്ചുറൽ റിസോഴ്സസും കൊടുക്കുകയും വാങ്ങുകയും റെൻ്റ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 8 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ റിയൽ എസ്റ്റേറ്റിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ആദ്യം നിങ്ങൾ എപ്പോഴും ഏതൊരു ബിസിനസ്സിലേക്ക് കടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട പോലെ എന്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ കടക്കുന്നു, അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം നിങ്ങൾ പഠിക്കണം. അതാണ് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് കടന്നാലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അതാണ് നിങ്ങൾ രണ്ടാമതായിട്ട് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമതായിട്ട് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ എങ്ങനെയാണ് ഹ്യൂജായിട്ടുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ, എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ എങ്ങനെയാണ് ഹ്യൂജായിട്ടുള്ള വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് എവിടെയാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഏത് സ്ഥലങ്ങളിലാണ്, ഏത് ഏരിയകളിലാണ് എന്നുള്ളതാണ് നാലാമതായിട്ട് നാം പഠിക്കേണ്ടത്. അഞ്ചാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസുകളുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസുകൾ, ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണവും ദോഷവും അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിക്കണം. അതുപോലെ ആറാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ ആവുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നിങ്ങൾ ആറാമതായിട്ട് ഈ മേഖലയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഏഴാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു ബിസിനസ്സിനും പോലെ റിയൽ എസ്റ്റേറ്റിനും അതിൻ്റേതായ ചാലഞ്ചസുകൾ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസുകളാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഏഴാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ അവസാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പോൾ പരാമർശിച്ച ഈ 8 കാര്യങ്ങളും ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ വരുന്ന എപ്പിസോഡുകളിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.